രണ്ടുപേരും ഒന്ന് കൂവിയേ നല്ല രീതിയിൽ. ആ ഇപ്പം നമ്മൾ തമ്മിലൊരു ഇതായി. ഇപ്പം ഞാൻ എൻ്റെ കൗണ്ടർ ചീഞ്ഞാൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ കൈ അടിച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാം ഒരു വൈബാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എൻ്റെ കഥയിലേക്ക് പോവാം. എൻ്റെ കഥയെന്ന് പറയുമ്പോൾ നിങ്ങളും കൂടെ ഉൾപ്പെടുന്ന കഥയാണ്. എൻ്റെ ഒരു 5ാം ക്ലാസ് തൊട്ട് ഒരു +2 കാലഘട്ട കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടും, നിങ്ങളെല്ലാം ചിന്തിക്കണം. ഓക്കെ, നമുക്ക് നേരെ എൻ്റെ ജീവിത കഥയിലേക്ക് പോവാം. എൻ്റെ കാലഘട്ടത്തിൽ നല്ലപോലെ ട്രെൻഡിങ് ആയ ഒരു സംഭവം ഈ ഷർട്ടിൻ്റെ ബട്ടൺസ്. നമ്മൾ യൂണിവേഴ്സ് ഷർട്ടൊക്കെ ഇടുമല്ലോ, ഈ ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് സ്കൂളിൽ കൂടെ മച്ച എന്ന മച്ച ഇങ്ങനെയൊക്കെ നടന്നു പോകാൻ. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇവിടുന്നത് സൂചി നൂല് വെച്ച് തച്ചാണ്. നീ അങ്ങനെ നടക്കണ്ട, അങ്ങനെ നടക്കണ്ട, അങ്ങനത്തെ ഒരു വിഷമത്തിലാണ്. പക്ഷേ അതുപോലെ ട്രെൻഡിങ് ആയ സംഭവമാണ് ഈ സൈഡ് 2 മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ഇവിടെയൊക്കെ ഇങ്ങനെ മാങ്ങാണ്ടി ചൂപ്പി വെച്ച പോലെ നടക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അങ്ങനെ നടക്കാൻ. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതുപോലെ നടക്കണമെന്ന്. പക്ഷേ എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാണ് എന്നെ മുടി വെട്ടാൻ കൊണ്ടുപോകുന്നത്. മുടി വെട്ടാൻ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ അമീർ ഖാൻ, ഷാറൂഖ് ഖാൻ അവിടെ ഇരിക്കും. ഇങ്ങനെ അവൾ മുടി വെട്ടി പകുതിയാകുമ്പോൾ ഞാൻ പറയാം മതി മതി, ഇത് മതി, ഇത് മതി, ഇത് മതി. ഞാൻ പറയാം മതി മതി. പക്ഷേ പറയാം ഇതിന് മതിയെന്ന് വെട്ടങ്ങോട്ട്. അവസാനം വെട്ടി 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 ബാർബർ പറയും സാറേ ഇനി കത്തിരി കയറൂല. സുന്ദരക്കുട്ടനായി വാ 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 വാ. അമീർ ഖാനും ഷാറൂഖ് ഖാനായിട്ടാണ് ഞാൻ അകത്ത് കയറുന്നത്. തിരിച്ചു വരുമ്പോൾ ഫ്രണ്ട്സിൽ ജയറാൻ വരുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഇങ്ങനെ പുറത്തോട്ടിറങ്ങുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ അപ്പിക്കണ ചെറുക്കണ്ട മാങ്ങാണ്ടി ചുപ്പി ചെറുക്കൻ വീട്ടുകാർ പറയണ പോലെ മുടിയും വെട്ടി അയ്യേ പോടാ പോടാ കണ്ണുപിന്നെ പോടാ. അപ്പോൾ എനിക്ക് നല്ല വേഷ്യം വന്നു. ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് പോയി. ഷാറൂഖ് ഖാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നല്ല മുടിയൊക്കെ വേട്ടി ഒരു രക്ഷയില്ലാതെ നേരെ ചെന്ന് വീട്ടിൽ കയറിയിട്ട് യോ യോ ചബലാക്കോ യോ യോ. അമ്മ ചെന്തറാ ഞാൻ പറഞ്ഞതാണ് പുതിയ ലുക്ക് യോ യോ. അമ്മ പറഞ്ഞ് എന്തേ പുതിയ ലുക്കായാലും കൊള്ളാം, മാന്യമായ രീതിയിൽ നീ കയറാൻ പറ്റുന്നതിൻ്റെ അടുത്ത് കയറാൻ പറ്റും, കയറിയാൽ മതി, ഇല്ലെങ്കിൽ വീട്ടിൽ പോടാ, ഇറങ്ങി പോടാ. നിങ്ങൾ പറയൂ ഞാൻ വെട്ടി കാണുമില്ലേ? പറ പറ, ഞാൻ പഴയതുപോലെ ജയറാമായി കാണോ ഒന്നേ ഇല്ലേ? പറ പറ. ഇല്ല. പക്ഷേ വീട്ടിൽ കയറാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ നേരെ വീട്ടിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ നല്ലപോലെ ട്രെൻഡിങ് ആയ സംഭവമാണ് രമേശ് ചേട്ടാ ഈ കയ്യിൽ നൂല് കെട്ടുക, ചരട് കെട്ടുക, പിന്നെ അതുപോലെ ഈ ബാൻഡൊക്കെ കെട്ടുക. അത് നല്ലൊരു ട്രെൻഡിങ് ആയ സംഭവമാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ നൂലും ചരടും ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് അമ്മേ ഏതാണ് ഇപ്പോഴത്തെ എൻ്റെ പുതിയ ട്രെൻഡ്? എന്താടാ ഇത്? നിനക്ക് വേണമെങ്കിൽ ഒരു വക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരടാ, ഞാൻ വാങ്ങിച്ചല്ലേ, അയച്ചടാ എല്ലാം അയച്ച്. ശേ ഞാൻ എന്തൊരു നീചനാണ്. അമ്മയടുത്ത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ അമ്മ വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പം അമ്മ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞാൽ കാത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന്. അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നത് കോവിലിൽ നിന്ന് കെട്ടിയ നൂല്. ഓക്കെ, അപ്പം ഇവിടെ മഞ്ഞ ചുമപ്പ് നീല, അതും പോരാഞ്ഞിട്ട് ഇവിടെ മഞ്ഞ നീല, ഇത് ലാസ്റ്റ് 2 മിച്ചം വന്നാൽ പറഞ്ഞ് ഇളിയിലും കൂടെ കെട്ടിത്തരാം. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. പക്ഷേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മളെല്ലാം കൂടെ ഫ്രണ്ട്സൊക്കെ കൂടി നമ്മൾ അളിയെ പറടാ സമയം പോട്ടറാ അല്ല കാര്യങ്ങളൊക്കെ പറടേ അങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സുകളെല്ലാം രമേശ് ചേട്ടനെ പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല സൗന്ദര്യമാണ്, പക്ഷെ ഞാനാണ് ഇത്തിരി ഡാർക്ക്. അപ്പോൾ എൻ്റെ ഒരു സംശയം വെച്ച് ഞാൻ ചോദിച്ചിട്ട് അളിയാ എന്തരാണ് മുഖത്തെന്തോ ക്രീം ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെ വെളുക്കൂല, പറ എനിക്കും പറഞ്ഞാട് ഇതുവരെ ഞാനും വെളുക്കിട്ടേ പറഞ്ഞ് താളിയാ. അപ്പം അമ്മര് പറയാണ് അളിയാ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നമ്മളിങ്ങനെ കിടക്കുമല്ലോടാ, അപ്പം അമ്മ കഴിച്ചത് ബദാം, അണ്ടിപ്പരിപ്പ്, വേസ്ത അങ്ങനത്തെ സാധനം കഴിക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി കിട്ടൂടാ. അപ്പൊ എനിക്കൊരു സംശയം, എൻ്റെ അമ്മ എന്തിനാ കഴിച്ചെന്ന് എനിക്ക് അറിയണമല്ല. വൈകുന്നേരമായി ഞാൻ വീട്ടിൽ ചെന്ന് അമ്മേ എന്താ അമ്മയുടെ വയറ്റിൽ ഞാൻ തക്കിട് വാവ സുന്ദര കുട്ടായി ആയി കിടന്നപ്പോ അമ്മ എന്തിനു കഴിച്ച് പറ. ഉണക്ക കരുവാട്, കിഴങ്ങ് പുഴുങ്ങിയത്, കിഴങ്ങ് പുഴുങ്ങാത്തത്, മരിച്ചിനി. അപ്പൊ ഞാൻ പറഞ്ഞ് കഴിച്ച് എന്നൊരു കിഴങ്ങനാക്കി നിർത്തി അമ്മ അല്ലേ, അത് പറഞ്ഞാൽ മതിയല്ലോ അമ്മയ്ക്ക്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ റോട്ടിൽ കൂടെ നടന്നു പോവുകയാണ്. നമ്മൾ നടന്നു പോയപ്പോഴത്തേക്ക് ഒരുത്തരം നല്ല വിശക്കണ. ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു വീട്ടിൽ എന്തോ സംഭവം നടക്കുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് വിശക്കണ കയറി വാടാ അങ്ങോട്ട്. ആരെ വീടൊന്നുമില്ല അറിഞ്ഞൂടാ. കയറിയപ്പോ എന്തൊരു സംഭവം നടക്കുകയാണ്. ചെറിയ ആൾക്കാരൊക്കെ കൂടിയേക്കണം എന്തൊരു സംഭവം. അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി ചെരി ഇങ്ങനെ നിന്ന്. സംഭവം സുന്നത്ത് കല്യാണമായിരുന്നു. നമ്മളിങ്ങനെ നിൽക്കണം. നിന്നപ്പോഴത്തേക്കും മറ്റേ പുള്ളിക്കാരൻ വന്ന് ഇങ്ങനെ വെട്ടാൻ വന്നത് എൻ്റെ ഫോണിൽ പാട്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കള്ളം വെള്ളം കാലിക്ക് മറ്റേ സ്വാമിയെ അയ്യപ്പോ. ഈ പാട്ട് കേട്ടതെല്ലാം കൂടെ എന്നെ നോക്കണം. പറഞ്ഞ് മലയ്ക്ക് പോയിട്ട് പറഞ്ഞ വഴി വീട് മാറി കയറിയതാന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നേ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ +2 എക്സാം, ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. എന്ത് ചെയ്യാം നേരെ ഒന്നും നോക്കില്ല, ഗണപതി കോലി വിട്ട് ഒരു തേങ്ങ എടുത്ത് ഒരാറ്റാടി, എന്നിട്ട് ഇങ്ങോട്ടുള്ളൊക്കെ ഒരു പേനയും പൂച്ച വാങ്ങിച്ച്. കാരണം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ രമേശ് ചേട്ടാ. അപ്പൊ നേരെ ദൈവത്തിന്റെ പകുതി പേന കിട്ടി. ഇനി എൻ്റെ പകുതി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും മേക്കപ്പ് മാനായിട്ടും നടക്കുന്ന എൻ്റെ കയ്യിൽ എവിടെ പഠിക്കാൻ സമയം. അപ്പൊ ഞാൻ ഒന്നും നോക്കില്ല, കീറ ഒരു തുണ്ടുകളാക്കി. നിങ്ങളെല്ലാം തുണ്ടുകൾ വെച്ചിട്ടുള്ള ആളല്ല, തുണ്ട് വെച്ചിട്ടില്ല. അപ്പോ മൂത്തോയി കള്ളം പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ നിന്റെ പൊന്നെ. അപ്പൊ ഞാൻ എല്ലാ തുണ്ടുകളും വാരി ഈ ഇടുപ്പിന് ചുറ്റും ടപ്പിടാ വെച്ച് നേരെ എക്സാം ഹാളിൽ ഇരുന്നു. അപ്പൊ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ പാതി നോക്കിയപ്പോൾ എടുക്കാൻ മറന്നുപോയി. വീട്ടിൽ ഇരിക്കുന്നു പേര. ഓ ബാഡ് ഐഡിയ. അപ്പൊ ഞാൻ നേരെ ഒരു പേന പ്ലീസ് അടി. അങ്ങനെ ഒരു പേന മേടിച്ചിട്ട് എടുത്തു തുടങ്ങിയപ്പം 15ാമത്തെ ആൻസർ ഇവിടെ ഇരിക്കുന്നു. എൻ്റെ പകുതി ടീച്ചർ തിരിഞ്ഞ് എടുക്കാൻ പോയതും ഒന്നിലടിച്ചാൽ ഈ തുണ്ടുകളെല്ലാം കൂടെ ടപ്പ് താഴ്ത്തു പോയി. എൻ്റെ പൊന്നെ, താഴെ കൂടെ എടുക്കാൻ പറ്റൂല. മറ്റേ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വലിച്ചു കയറ്റണ പാൻറ്. എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ആകെ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പിനെ ഇങ്ങനെ ഊരിയിട്ട് പയ്യെ എടുക്കാം. പക്ഷേ തൊട്ടപ്പുറത്തേക്ക് പെണ്ണാണ്. എവളോടനെ അയ്യോ ടീച്ചറിനെ ആകാശിനെ ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ. എവളങ്ങ് ചുറ്റി വീഴും. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിന് മുതിർന്നില്ല. ഞാൻ പയ്യെ ഇങ്ങനെ ഇരുന്നിട്ട് എടി 1 വേർഡ് പറഞ്ഞാടാ. അങ്ങനെ 1 വേർഡ് പയ്യെ എഴുതി. മലയാളത്തിൽ എഴുതിയിട്ട് ഞാൻ ജയിക്കൂല. ഈ മലയാളത്തിൽ എഴുതിയ സെയിം സാധനം തന്നെ 2 പേപ്പർ കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിൽ എഴുതി വെച്ച്, എന്നാലും ജയിക്കൂല. പിന്നെ അവസാനം ഞാൻ ഇങ്ങനെ എഴുതി, ഈ പേപ്പർ നോക്കണ സാറാണോ ടീച്ചറാണോന്ന് അറിയില്ല, ആരായാലും എൻ്റെ ഒരു മോനെ പോലെ കണ്ട് എനിക്ക് ജയിക്കേണ്ട മാർക്ക് തരണേ, എൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുവി അതിലെഴുതി വെച്ച്. ഈ സെയിം ഡയലോഗ് എൻ്റെ 4 വിഷയത്തിൽ എഴുതി. പിന്നെ നമ്മളാ കമ്പ്യൂട്ടർ മലയാളം ജയിക്കും, വിഷയമില്ല. ബാക്കി വിഷയം എഴുതിയിട്ട് റൂം അടച്ചു വെച്ചിട്ട് റിസൾട്ട് വേണ്ടി കാത്തിരുന്നു. കമ്പ്യൂട്ടർ, ഓ മൈ ഗോഡ് ജയിച്ച്, താങ്ക് ഗോഡ്. അടുത്ത് നോക്കിയ മലയാളം, ഓ മൈ ഗോഡ് ജയിച്ചു അഗൈൻ, താങ്ക് യു ജീസസ്. അടുത്ത് ഡബ് അമ്മേ എല്ലാം പൊട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കണം. അപ്പോൾ താങ്ക് യു.